കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട്. രേണു കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അവരുടെ വീട്ടുകാരെ വരെ തെറി വിളിച്ചുകൊണ്ട് രേണു കമന്റ് ഇടുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സപ്പോർട്ട് അല്ല രേണുവിന് വേണ്ടത്, നെഗറ്റീവ് കമന്റുകളാണ് രേണുവിന് വേണ്ടത്. അത് കൊടുക്കുന്നുണ്ട് എല്ലാവരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി സോഷ്യൽ മീഡിയയിൽ ഒഴുകിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അർദ്ധരാത്രി രേണുസുതി ഉറക്കമൊഴിച്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ വെച്ച് രേണുസുതിയുടെ അതിമനോഹരമായ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒപ്പോസ് ചെയ്ത് ഒരുപാട് പേരാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അർദ്ധരാത്രി രേണു ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, എന്താ ഇതാരാ എന്ന്. രേണുവിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. രേണു അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഹാർട്ട്, വലിയ ഹാർട്ട് സിമ്പിളൊക്കെ 2-3 ഇട്ടിട്ടാണ് രേണു ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രേണുവിന് ഒരു ഉദ്ദേശമുള്ളൂ. രേണു ഇന്നലെ അർദ്ധരാത്രി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ അത് എല്ലാവരും റിയാക്ട് ചെയ്യും. അർദ്ധരാത്രി രേണുസുതി ആരുടെ കൂടെ ആയിരുന്നു? സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാവും. രേണുവിനെ നെഗറ്റീവ് അടിപ്പിക്കും, രേണുവിനെ പറ്റി കുറ്റങ്ങൾ എല്ലാവരും പറയും. ഇതേ വീഡിയോ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യുക ആളുടെ ഫേസ് കാണിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് രേണു ഇട്ടിരിക്കുന്നത്, ഫേസ് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ്, രേണുവിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് രേണുവിന്റെ തലയിൽ തോന്നിയ ഒരു ബുദ്ധിയായിരിക്കും ഇത്. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ രേണുവിനെ വലിച്ചു കയറും, രേണുവിനെ മോശ സ്ത്രീയാക്കും. അത് കഴിഞ്ഞ് രേണു വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യും ഫേസ് കാണിച്ചുകൊണ്ട്. അപ്പോഴെന്താ, ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു, ഒരു സ്ത്രീയാണത്. നമ്മൾ രേണുവിനെ തെറ്റിദ്ധരിച്ചു. അയ്യോ, എല്ലാ വ്ളോഗേഴ്സും മോശക്കാരാണ്, രേണുവിനെ മനഃപൂർവ്വം ഇവർ ചീത്തയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നവർക്കുള്ളൊരു മറുപടി കൊടുക്കാൻ, ചുട്ട മറുപടി കൊടുക്കാൻ രേണുവിന്റെ തലയിൽ തോന്നിയ ഒരു ബുദ്ധിയാണിത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചെടുക്കാം. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പോസ്റ്റിന് കീഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്തും രേണുവിനെ ഒപ്പോസ് ചെയ്തും ഒരുപാട് പേരെത്തുന്നുണ്ട്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഒരു ജീവിതമേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്കാമെന്ന്. ശരിയാണ്, ഒരു ജീവിതമുള്ളൂ, ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്കാം. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ റിയാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് റിയാക്ട് ചെയ്യും. അത് തന്നെയാണല്ലോ രേണുവിന്റെ ഉദ്ദേശം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ചാനലിന് രേണു കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പാണിത്. ഇതിനകത്ത് രേണു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണുവിന്റെ കാമുകനെ കുറിച്ച്. പിന്നെ അത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിൽ വരുത്തുന്നുണ്ട്. അറിയാതെ പറഞ്ഞു പോയതാണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം ക്ലിപ്പ്. കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട്. ഇതിനകത്ത് രേണു പറയുന്നുണ്ട് രേണുവിന്റെ കാമുകനെ കുറിച്ച്. അങ്ങനെ ഒരു കാമുകനുണ്ടോ? ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയും സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് രേണു തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവണം, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവണം എന്നുള്ളത് രേണുവിന്റെ ആഗ്രഹമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രേണു ഒരിക്കലും വിവാഹം കഴിക്കില്ല. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന പേര് പിന്നെ ഇല്ല, രേണു മാത്രമാകും. അങ്ങനെ സുതിയില്ലാത്ത പേരും കൊണ്ട് രേണുവിനെ എത്ര നാളെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതൊക്കെ അറിയാവുന്ന രേണു ഒരിക്കലും വേറെ വിവാഹത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ലിവിങ് ടുഗദർ ആയിരിക്കും രേണു കൊണ്ടുപോവാ. രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ സുധി എന്നുള്ളൊരു പേര് പോകും. പേരുകൊണ്ട് മാത്രമേ രേണുവിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരു ലേഡി തന്നെയാണ്. സത്യം പറഞ്ഞാൽ രേണുവിന് ഭയങ്കര ബുദ്ധിയാണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിയാണ്. എങ്കിലേ ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ കാലത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി അറിയുന്ന രേണു അതനുസരിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി രേണുവിന്റെ ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ ഈ പോസ്റ്റിന് കീഴെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുമായിട്ട് വരുന്നുണ്ട്, പോസിറ്റീവ് കമന്റുമായിട്ട് വരുന്നുണ്ട്. പോസിറ്റീവ് കമന്റ് ഇട്ടുന്നവർക്ക് രേണുവിന്റെ പ്രത്യേകിച്ച് മറുപടി ഒന്നും രേണു ഉറക്കമൊഴിച്ച് കൊടുക്കുന്നില്ല. പക്ഷെ നെഗറ്റീവ് പറയുന്നവർക്ക് രേണു കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവരുടെ വീട്ടുകാരെ വരെ തെറി വിളിച്ചുകൊണ്ട് രേണു കമന്റ് ഇടുന്നുണ്ടെങ്കിൽ മക്കളെ, രേണുവിന്റെ പോസിറ്റീവ് സപ്പോർട്ട് അല്ല രേണുവിന് വേണ്ടത്, നെഗറ്റീവ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ രേണുവിന് നെഗറ്റീവ് സപ്പോർട്ടാണ്, നെഗറ്റീവ് കമന്റുകളാണ് രേണുവിന് വേണ്ടത്. അത് കൊടുക്കുന്നുണ്ട് എല്ലാവരും. ആ കൊടുക്കുന്നവർക്കുള്ള സപ്പോർട്ടായിട്ട് രേണു തിരിച്ചൊരു നെഗറ്റീവ് കമന്റ് അവരുടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് രേണു ഇടുന്നുണ്ട്. എന്നൊരു കാര്യം മനസ്സിലാക്കുക, രേണുവിന് പോസിറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പോസിറ്റീവ് പേരോ ഒന്നുമല്ല വേണ്ടത്. രേണുസുതിക്ക് വേണ്ടത് രേണുസുതിയുടെ നെഗറ്റീവ് പേരാണ്. രേണുവിന് വേണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് രേണു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ രേണു ചെയ്യുന്നുണ്ട്. അർദ്ധരാത്രി ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു.
നാളെ ഒരിക്കല് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വ്ളോഗേഴ്സ് ഓ രേണുസുതി ആരോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു രേണുസുതി എന്ന് പറഞ്ഞിട്ട് രേണുസുതിനെ വലിച്ചു. രേണുസുതിയുടെ രാത്രിയിലെ ലീലാവിലാസങ്ങൾ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും വീഡിയോസ് ഇടും. സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാകും. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് രേണുസുതി വീണ്ടും ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യും. എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും എന്നെ അങ്ങനെ പറഞ്ഞു, ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായത് ദാ ഈ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടും. അപ്പം നമ്മളാരായി? ഇതിന് വേണ്ടിയിട്ട് രേണു ചെയ്ത ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് രേണു ചെയ്തത്. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. രേണു വലിയതായിട്ടൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് രേണുവിൻ്റെ ജീവിതം രേണുവിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്കാം, ആരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നമുക്കൊരു ജീവിതമുള്ളൂ. എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നമ്മളുടെ തീരുമാനമാണ്. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും